ഹരേ കൃഷ്ണ. അങ്ങനെ അജത്തിന്റെ ശിരസോടുകൂടിയ ദക്ഷ പ്രജാപതി ഒടുവിൽ പരമശിവനെ മുൻനിർത്തിക്കൊണ്ടു തന്നെ മുടങ്ങിപ്പോയ തന്റെ മഹായാഗം വീണ്ടും നടത്തി. യാഗത്തിന്റെ അവസാനം യജ്ഞസ്വരൂപനായ സാക്ഷാൽ ശ്രീഹരി തന്നെ സ്വയം പ്രത്യക്ഷപ്പെടുകയും എല്ലാവരെയും അനുഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ ദക്ഷന്റെ മഹായാഗം സഫലമായി. ത്രിമൂർത്തികളെ പലതായി കാണുകയും അഹങ്കാരിയായി മാറുകയും ചെയ്ത ദക്ഷ പ്രജാപതിയുടെ ഗർവ് ശമിപ്പിക്കുവാൻ വേണ്ടി സതീദേവിയുടെ രൂപത്തിൽ പരാശക്തി ജന്മമെടുക്കുകയായിരുന്നു. വീണ്ടും പുനർജനിച്ച സതി ഹിമവൽ പുത്രിയായി ജന്മമെടുക്കുകയും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടുകൂടി തന്നെ പരമശിവനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ദക്ഷയാഗം എന്ന അധ്യായം ഇവിടെ സമാപിച്ചിരിക്കുന്നു. എല്ലാവർക്കും ഹരേ കൃഷ്ണ.